ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ വെൽത്തി ലൈഫ്. 15 ഒക്ടോബർ 2020 ഇൻട്രാഡേ ട്രേഡേഴ്സിൻ്റെ ട്രേഡ് സെറ്റപ്പിന് ആവശ്യമായിട്ടുള്ള നിഫ്റ്റി ലെവൽസ് ആൻഡ് ടാർഗറ്റ്, അതോടൊപ്പം തന്നെ നിഫ്റ്റിയുടെയും ബാങ്ക് നിഫ്റ്റിയുടെയും ചാർട്ട് അനാലിസിസ്, കൂടാതെ ഓപ്ഷൻ ചെയിൻ അനാലിസിസ്, ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് ആൻഡ് ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് ട്രേഡിംഗ് അപ്ഡേറ്റ്, ഇവ കൂടാതെ 15 ഒക്ടോബർ 2020 ട്രേഡിംഗ് സെഷന് സഹായകമായിട്ടുള്ള ചില പോസിറ്റീവ് ന്യൂസുകൾ, ഇവയാണ് ഇന്നത്തെ വീഡിയോ വഴി ഷെയർ ചെയ്യുന്നത്. വെൽത്തി ലൈഫ് എന്ന ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് വിസിറ്റ് ചെയ്യുന്നതെങ്കിൽ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ഫോർ ഗെറ്റിംഗ് ഇൻസ്റ്റൻറ്റ് സ്റ്റോക്ക് റെക്കമെൻഡേഷൻ ആൻഡ് റെഗുലർ മാർക്കറ്റ് അപ്ഡേറ്റ്സ്. 15 ഒക്ടോബർ 2020 നിഫ്റ്റിയുടെ ലെവൽസും ടാർഗറ്റും ഐഡൻറ്റിഫൈ ചെയ്യുന്നതിന് വേണ്ടി നിഫ്റ്റിയുടെ ടെക്നിക്കൽ അനാലിസിസിലേക്ക് കടക്കാം. നിഫ്റ്റിയുടെ ടെക്നിക്കൽ അനാലിസിസിൽ നമ്മൾ വൺ ഡേ ചാർട്ട് പാറ്റേൺ ആണ് ഓപ്പൺ ചെയ്തിരിക്കുന്നത്. ഇന്നത്തെ ട്രേഡിംഗ് സെഷൻ, അതായത് 14 ഒക്ടോബർ 2020 ട്രേഡിംഗ് സെഷൻ നോക്കുകയാണെങ്കിൽ നിഫ്റ്റിയിൽ ഒരു പോസിറ്റീവ് അല്ലെങ്കിൽ ബുള്ളിഷ് ക്യാൻഡിലാണ് ഫോം ചെയ്തത്. അതായത് മോർണിംഗ് സെഷനിലെ ട്രേഡിംഗ് സെഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ നിഫ്റ്റിയിൽ ഒരു ബിയറിഷ് ആൻഡ് കൺസോളിഡേഷൻ ഫേസ് ആയിരുന്നു നമ്മൾക്ക് കാണാൻ സാധിച്ചത്. അതിനുശേഷം സെക്കൻഡ് ഫേസിൽ നിഫ്റ്റിയിൽ നല്ലൊരു ബുള്ളിഷ് നേച്ചർ വന്നു. കൂടാതെ ക്യാൻഡിൽ പാറ്റേൺ നോക്കുകയാണെങ്കിലും സെക്കൻഡ് ട്രേഡിംഗ് സെഷനിൽ ബുൾസ് ക്യാൻഡിലിനെ അപ്പർ എൻഡിലേക്ക് പുൾ ചെയ്യുന്ന ഒരു ടെൻഡൻസിയാണ് കാണിച്ചിരിക്കുന്നത്. അതൊരു നല്ലൊരു ബുള്ളിഷ് ഇൻഡിക്കേഷനായിട്ട് തന്നെയാണ് നമ്മൾക്ക് കാണാൻ സാധിക്കുക. ഇന്നത്തെ ട്രേഡിംഗ് സെഷനിലും നിഫ്റ്റി അതിൻ്റെ 11,800 എന്ന് പറയുന്ന സ്ട്രോങ് സപ്പോർട്ടിനെ ടെസ്റ്റ് ചെയ്യുന്ന ഒരു ടെൻഡൻസി നമ്മൾ കാണാൻ സാധിച്ചു. ആ സപ്പോർട്ടിനെ ടെസ്റ്റ് ചെയ്തതിന് ശേഷമാണ് നിഫ്റ്റിയിൽ ഒരു സ്ട്രോങ് ബുള്ളിഷ് മൊമെൻറ്റ് നമ്മൾക്ക് കാണാൻ സാധിച്ചത്. അതായത് നിഫ്റ്റിയുടെ ഈ ട്രെൻഡ് കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ നാളത്തെ ട്രേഡിംഗ് സെഷനിൽ ഗ്ലോബൽ മാർക്കറ്റുകളുടെയോ അല്ലെങ്കിൽ ഗ്ലോബലായിട്ടുള്ള ന്യൂസുകളുടെയോ ഇമ്പാക്റ്റ് ഉണ്ടായില്ലെങ്കിൽ ഈ ഒരു ട്രെൻഡ് കണ്ടിന്യൂഷൻ ആയിരിക്കും നമ്മൾക്ക് കാണാൻ സാധിക്കുക. കൂടാതെ നാളെ വീക്ക്ലി എക്സ്പയറി കൂടിയാണ്. അല്പം വോളറ്റിലിറ്റി നമ്മൾക്ക് മാർക്കറ്റിൽ പ്രതീക്ഷിക്കാവുന്നതാണ്. ഇനി ഇന്നത്തെ ട്രേഡിംഗ് സെഷൻ നോക്കുകയാണെങ്കിൽ നിഫ്റ്റി 11,917 എന്ന ലെവലിലായിരുന്നു ഓപ്പൺ ചെയ്തത്. അതിനുശേഷം ഇൻട്രാഡേ ഹൈ 11,997 ഇൻട്രാഡേ ലോ 11,822 ലെവലിലും ടച്ച് ചെയ്തതിന് ശേഷം നിഫ്റ്റി 11,971 എന്ന ലെവലിലാണ് ക്ലോസിംഗ് ചെയ്തത്. അതായത് ഒരു ബുള്ളിഷ് ക്യാൻഡിലാണ് ഇന്ന് നിഫ്റ്റിയിൽ ഫോം ചെയ്തത്. ഇനി നിഫ്റ്റിയുടെ ട്രെൻഡ് നോക്കുകയാണെങ്കിൽ നിഫ്റ്റി 11,800 എന്ന ലെവലിന് താഴെ വരുമ്പോൾ മാത്രമേ നിഫ്റ്റിയിൽ ഒരു കറക്ഷൻ അല്ലെങ്കിൽ ഒരു കറക്ഷൻ ഫേസ് ആയിട്ട് നമ്മൾക്ക് കൺസിഡർ ചെയ്യാൻ കഴിയുകയുള്ളൂ. കൂടാതെ ലാസ്റ്റ് 3 ട്രേഡിംഗ് സെഷനിലെ നമ്മൾ ക്യാൻഡിൽ പാറ്റേൺ നോക്കുകയാണെങ്കിൽ ഒരു വിധത്തിലുള്ളൊരു കൺസോളിഡേഷൻ ആണെന്ന് കൂടി നമ്മൾക്ക് നിഫ്റ്റിയിൽ പറയാം. അതായത് 11,800-നും 12,000-നും ഇടയിൽ ഇന്ന് ഫോം ചെയ്യുന്ന മൂന്നാമത്തെ ക്യാൻഡിലാണ് നമ്മൾക്ക് കാണാൻ സാധിച്ചത്. കഴിഞ്ഞ 2 ക്യാൻഡിലുകൾ ബിയറിഷ് നേച്ചർ ആയിരുന്നു എങ്കിൽ കൂടിയും ഇന്നത്തെ ക്യാൻഡിൽ ഒരു ബുള്ളിഷ് ഇൻഡിക്കേഷനാണ് തരുന്നത്. ഇനി നമ്മൾക്ക് നിഫ്റ്റിയുടെ പ്രധാനപ്പെട്ട റെസിസ്റ്റൻസും സപ്പോർട്ടും നോക്കാം. നിഫ്റ്റിയുടെ പ്രധാനപ്പെട്ട സപ്പോർട്ടായിട്ട് ഞാൻ കാണുന്നത് നിഫ്റ്റിയുടെ ഫസ്റ്റ് സപ്പോർട്ട് 11,950 ലെവലിലാണ്. അതിനുശേഷം 11,950 ലെവൽ ഹോൾഡ് ചെയ്യാൻ പറ്റിയില്ല എങ്കിൽ നിഫ്റ്റി 11,880 ലെവലിലേക്കും സബ്സിക്വൻ്റ്ലി അതിൻ്റെ ഏറ്റവും സ്ട്രോങ് സപ്പോർട്ടായ 11,800 ലെവലിനെയും ടെസ്റ്റ് ചെയ്യുന്നത് നമ്മൾക്ക് കാണാൻ സാധിക്കും. ഇനി അപ്പർ സൈഡ് നോക്കുകയാണെങ്കിൽ 11,990 എന്ന് പറയുന്ന ഇന്നത്തെ ഇൻട്രാഡേ ഹൈ ആയിട്ടാണ് ഫസ്റ്റ് റെസിസ്റ്റൻസ് കാണാൻ സാധിക്കുക. ഈ റെസിസ്റ്റൻസ് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾക്ക് 12,100 ലെവലിലായിരിക്കും നെക്സ്റ്റ് റെസിസ്റ്റൻസ് കാണുക. അതായത് 12,100 ലെവലിൽ ഒരു ഹെവി പ്രോഫിറ്റ് ബുക്കിംഗ് സംഭവിക്കാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അതുകൊണ്ട് 12,080 ലെവലിനെ നമ്മൾക്ക് ഒരു സ്ട്രോങ് റെസിസ്റ്റൻസ് റീജിയനായി കൺസിഡർ ചെയ്യാം. ഈ റീജിയനിലെത്തുമ്പോൾ പ്രോഫിറ്റ് ബുക്കിങ്ങിനെ കുറിച്ച് നമ്മൾ മാർക്കറ്റിൽ നടക്കുന്ന പ്രോഫിറ്റ് ബുക്കിങ്ങിനെ കുറിച്ച് നമ്മൾ അലർട്ട് ആവേണ്ടതുണ്ട്. അതായത് നിഫ്റ്റിയുടെ റെസിസ്റ്റൻസ് 2 റെസിസ്റ്റൻസ് ആണ്, 11,990-യും അതുപോലെ തന്നെ 12,080-യും. സപ്പോർട്ട് നോക്കുകയാണെങ്കിൽ 11,950, 11,880, അതിനുശേഷം 11,800 എന്നീ 3 സപ്പോർട്ടുകളാണ് ഞാൻ നിഫ്റ്റിയിൽ കാണുന്നത്. നിഫ്റ്റി ഓപ്ഷൻ ചെയിൻ ഡേറ്റ അനാലിസിസിലേക്ക് കടക്കാം. നിഫ്റ്റി ഓപ്ഷൻ ചെയിൻ ഡേറ്റ അനാലിസിസിൻ്റെ ഭാഗമായിട്ടുള്ള കോൾ സൈഡിലെ ഡേറ്റ പരിശോധിക്കുകയാണെങ്കിൽ കോൾ സൈഡിൽ ഹയസ്റ്റ് ഓപ്പൺ ഇൻട്രസ്റ്റ് റേറ്റ് ആയിരിക്കുന്നത് 12,000 ലെവലിലാണ്. 12,000 ലെവലിൽ അറൗണ്ട് 36 ലാക്ക് കോൺട്രാക്റ്റ് ആണ് റേറ്റ് ആയിരിക്കുന്നത്. ഇനി സെക്കൻഡ് ഹയസ്റ്റ് ഓപ്പൺ ഇൻട്രസ്റ്റ് റേറ്റ് ആയിരിക്കുന്നത് 12,200 ലെവലിലാണ്. ഇന്നത്തെ ദിവസം ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് കോൾ സൈഡിൽ റേറ്റ് ആയിരിക്കുന്നത് 12,000 ലെവലിലാണ്. അറൗണ്ട് 5 ലാക്ക് കോൺട്രാക്റ്റ് ആണ് റേറ്റ് ആയിരിക്കുന്നത്. ഓപ്ഷൻ ചെയിൻ അനാലിസിസിൽ നമ്മൾ
എക്സ്പയറിയായി കൺസിഡർ ചെയ്തിരിക്കുന്നത് 15 ഒക്ടോബർ 2020 ഡേറ്റിലെ എക്സ്പയറിയാണ്. ഇനി പുട്ട് സൈഡിലെ ഡേറ്റ പരിശോധിക്കാം. പുട്ട് സൈഡിൽ ഹയസ്റ്റ് ഓപ്പൺ ഇൻട്രസ്റ്റ് കാണുന്നത് 11,800 ലെവലിലാണ്. അറൗണ്ട് 27 ലാക്ക് കോൺട്രാക്റ്റാണ് നമ്മൾക്ക് കാണാൻ സാധിക്കുക. സെക്കൻഡ് ഹയസ്റ്റ് ഓപ്പൺ ഇൻട്രസ്റ്റ് 11,500 ലെവലിലാണ്. ഇന്നത്തെ ദിവസം ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് റേറ്റ് ആയിരിക്കുന്നതും 11,500 ലെവലിലാണ്. അറൗണ്ട് 5 ലാക്ക് കോൺട്രാക്റ്റ് ആണ് കാണാൻ സാധിക്കുക. അതോടൊപ്പം തന്നെ 11,750 ലെവലിൽ അറൗണ്ട് 4,76,000 കോൺട്രാക്റ്റ് ആണ് കാണാൻ സാധിക്കുക. അതായത് നിഫ്റ്റിയുടെ ഓപ്ഷൻ ചെയിൻ അനാലിസിസിൽ നിന്നും റെസിസ്റ്റൻസ് ആയിട്ട് നമ്മൾക്ക് ഏറ്റവും സ്ട്രോങ് റെസിസ്റ്റൻസ് ആയിട്ട് നമ്മൾക്ക് കാണാൻ സാധിക്കുക 12,000 ലെവലാണ്. അതിന് മുകളിൽ സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ മാത്രമേ 12,200 എന്ന ലെവലിലേക്ക് കാണാൻ സാധിക്കുകയുള്ളൂ. ഇനി സപ്പോർട്ട് നോക്കുകയാണെങ്കിൽ ഏറ്റവും സ്ട്രോങ് സപ്പോർട്ടായിട്ട് 11,800 ലെവലാണ്. അതിനുശേഷം 11,500 ലെവലാണ് നെക്സ്റ്റ് സപ്പോർട്ടായിട്ട് ഓപ്ഷൻ ചെയിൻ അനാലിസിസിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. 15 ഒക്ടോബർ 2020 ബാങ്ക് നിഫ്റ്റിയുടെ ലെവൽസും ടാർഗറ്റും ഐഡൻറ്റിഫൈ ചെയ്യുന്നതിന് വേണ്ടി ബാങ്ക് നിഫ്റ്റിയുടെ ടെക്നിക്കൽ അനാലിസിസിലേക്ക് കടക്കാം. ബാങ്ക് നിഫ്റ്റിയുടെ ടെക്നിക്കൽ അനാലിസിസിൽ നമ്മൾ 1 ഡേ ചാർട്ട് പാറ്റേൺ ആണ് ഇവിടെ ഓപ്പൺ ചെയ്തിരിക്കുന്നത്. ഇന്നത്തെ ട്രേഡിംഗ് സെഷൻ, അതായത് 14 ഒക്ടോബർ 2020 ട്രേഡിംഗ് സെഷൻ നോക്കുകയാണെങ്കിൽ നിഫ്റ്റി പോലെ തന്നെ ബാങ്ക് നിഫ്റ്റിയിലും ഒരു പോസിറ്റീവ് അല്ലെങ്കിൽ ബുള്ളിഷ് ക്യാൻഡിലാണ് ഫോം ചെയ്തിരിക്കുന്നത്. 2 ദിവസത്തിന് മുൻപേ സംഭവിച്ചതുപോലെ തന്നെ ബാങ്ക് നിഫ്റ്റി അതിൻ്റെ 200 ഡേ എക്സ്പോണൻഷ്യൽ മൂവിംഗ് ആവറേജിന് മുകളിൽ ഒരു ക്യാൻഡിൽ ക്ലോസിംഗ് ബേസിൽ ഫോം ചെയ്തിരിക്കുകയാണ്. അതിനുശേഷം നമ്മൾ 24,000 റേഞ്ചിൽ ഒരു പ്രൈസ് റിജക്ഷനാണ് കാണാൻ സാധിച്ചത്. അതായത് നാളത്തെ ട്രേഡിംഗ് സെഷനിൽ നമ്മൾക്ക് നോക്കണം അതേ സെയിം ഹാപ്പനിങ് തന്നെയാണോ സംഭവിക്കാൻ പോകുന്നത് എന്ന്. അതായത് 24,000 എന്ന് പറയുന്ന റെസിസ്റ്റൻസിനെ ബാങ്ക് നിഫ്റ്റി നാളത്തെ ട്രേഡിംഗ് സെഷനിലും ടെസ്റ്റ് ചെയ്യും. അതിനുശേഷം അതിനെ ഓവർ പവേർഡ് ചെയ്യുകയാണോ അല്ലെങ്കിൽ അതിൽ നിന്നും ഒരു പ്രൈസ് റിജക്ഷൻ സംഭവിക്കുകയാണോ എന്നുള്ള കാര്യമാണ് നമ്മൾക്ക് അറിയാൻ കഴിയേണ്ടത്. കറണ്ട് ട്രെൻഡ് നോക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റി പോസിറ്റീവ് ട്രെൻഡാണ്. കാരണം 200 ഡേ എക്സ്പോണൻഷ്യൽ മൂവിംഗ് ആവറേജിന് മുകളിൽ ക്ലോസിംഗ് ബേസിൽ ഒരു ക്യാൻഡിൽ ഫോം ചെയ്തിരിക്കുകയാണ്. ഇനി ബാങ്ക് നിഫ്റ്റിയുടെ പ്രധാനപ്പെട്ട ലെവൽസും ടാർഗറ്റും പരിശോധിക്കാം. ബാങ്ക് നിഫ്റ്റിയുടെ പ്രധാനപ്പെട്ട സപ്പോർട്ട് നോക്കുകയാണെങ്കിൽ 23,750 ആയിരിക്കും ബാങ്ക് നിഫ്റ്റിയുടെ പ്രധാനപ്പെട്ട സപ്പോർട്ട്. അതിനു മുൻപേ ബാങ്ക് നിഫ്റ്റിയുടെ സപ്പോർട്ടും റെസിസ്റ്റൻസും കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് മുൻപേ ഇന്നത്തെ ബാങ്ക് നിഫ്റ്റിയുടെ മൂവ്മെൻറ്റ് നോക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റി ഇന്ന് 23,353 റേഞ്ചിലായിരുന്നു ഓപ്പൺ ചെയ്തത്. അതിനുശേഷം ഇൻട്രാഡേ ഹൈ ആയിട്ട് 23,962 ഇൻട്രാഡേ ലോ ആയിട്ട് 23,149 അതോടൊപ്പം തന്നെ ക്ലോസ് ചെയ്തത് 23,874 ലെവലിലായിരുന്നു. അതായത് ബാങ്ക് നിഫ്റ്റി 23,000 എന്ന് പറയുന്ന ലോവർ സപ്പോർട്ടും 24,000 എന്ന് പറയുന്ന അപ്പർ റെസിസ്റ്റൻസും ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ടച്ച് ചെയ്തതായിട്ടാണ് നമ്മൾക്ക് കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് ബാങ്ക് നിഫ്റ്റിയുടെ ഫസ്റ്റ് സപ്പോർട്ടായിട്ടാണ് 23,750 എന്ന ലെവൽ കൺസിഡർ ചെയ്യാവുന്നത്. അതിനുശേഷം സെക്കൻഡ് സപ്പോർട്ടായിട്ട് ബാങ്ക് നിഫ്റ്റി 23,750 ഹോൾഡ് ചെയ്യുന്നില്ല എങ്കിൽ അതിനുശേഷം ബാങ്ക് നിഫ്റ്റിയിൽ ഒരു ഫോൾ സംഭവിക്കുകയാണെങ്കിൽ 23,250 ലെവലിലേക്കും സബ്സിക്വൻ്റ്ലി 23,100 ലെവലിലേക്കും ബാങ്ക് നിഫ്റ്റി താഴാനുള്ള ഒരു പ്രോബബിലിറ്റി ഉണ്ട്. 23,000 എന്ന് പറഞ്ഞാൽ ബാങ്ക് നിഫ്റ്റിയുടെ സ്ട്രോങ് സപ്പോർട്ടാണ്. ഇനി റെസിസ്റ്റൻസ് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് റെസിസ്റ്റൻസ് ആയിട്ട് കാണാൻ സാധിക്കുക 23,980 ലെവലിലാണ്. അതായത് ഇന്നത്തെ ട്രേഡിംഗ് സെഷൻ്റെ ഇൻട്രാഡേ ഹൈയേക്കാളും 10 പോയിൻ്റ് അല്ലെങ്കിൽ 20 പോയിൻ്റ് മുകളിൽ. ശേഷം 23,980 ലെവൽ ക്രോസ് ചെയ്യുകയാണെങ്കിൽ അതായത് 24,000 മുകളിൽ സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് അല്ലെങ്കിൽ ഒരു സെല്ലിംഗ് ടെൻഡൻസി 24,100 റേഞ്ചിൽ നമ്മൾക്ക് കാണാൻ സാധിക്കും. അല്ലെങ്കിൽ നെക്സ്റ്റ് റെസിസ്റ്റൻസ് ആയിട്ട് മൂന്നാമത്തെ റെസിസ്റ്റൻസ് വരുന്നത് 24,170 ലെവലിലാണ്. അതായത് ബാങ്ക് നിഫ്റ്റിയുടെ റെസിസ്റ്റൻസ് നോക്കുകയാണെങ്കിൽ 23,980 ശേഷം 24,080 അതോടൊപ്പം തന്നെ മൂന്നാമത്തെ റെസിസ്റ്റൻസ് 24,180 യാ 170. ബാങ്ക് നിഫ്റ്റി ഓപ്ഷൻ ചെയിൻ അനാലിസിസിലേക്ക് കടക്കാം. ബാങ്ക് നിഫ്റ്റി ഓപ്ഷൻ ചെയിൻ അനാലിസിസിൻ്റെ ഭാഗമായിട്ടുള്ള കോൾ സൈഡിലെ ഡേറ്റ പരിശോധിച്ചാൽ കോൾ സൈഡിൽ ഹയസ്റ്റ് ഓപ്പൺ ഇൻട്രസ്റ്റ് കാണുന്നത് 24,000 ലെവലിലാണ്. 24,000 ലെവലിൽ നമ്മൾക്ക് 10 ലാക്സ് കോൺട്രാക്റ്റ് ആണ് കാണാൻ സാധിക്കുക. ഇനി സെക്കൻഡ് ഹയസ്റ്റ് ഓപ്പൺ ഇൻട്രസ്റ്റ് കാണുന്നത് 25,500 ലെവലിലാണ്. 25,500 ലെവലിൽ അറൗണ്ട് 9 ലാക്സ് കോൺട്രാക്റ്റ് ആണ് കാണാൻ സാധിക്കുക. ഇന്നത്തെ ദിവസം ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് റേറ്റ് ആയതും 25,500 ലെവലിലാണ്.
അറൗണ്ട് 2,76,000 കോൺട്രാക്റ്റ് ആണ് നമ്മൾക്ക് 25,500 ലെവലിൽ കാണാൻ സാധിക്കുക. അതായത് പ്രീവിയസ് വീഡിയോയിൽ ഞാൻ പറഞ്ഞത് കണക്ക് തന്നെ ബാങ്ക് നിഫ്റ്റിയുടെ ഏറ്റവും സ്ട്രോങ് റെസിസ്റ്റൻസ് ആയ 24,000 മുകളിൽ ക്ലോസിംഗ് ബേസിൽ ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ നമ്മൾക്ക് ബാങ്ക് നിഫ്റ്റി 25,000, 25,500, 26,000 എന്ന ലെവലിലേക്ക് അഡ്വാൻസ് ചെയ്യുന്ന ഒരു ടെൻഡൻസിയാണ് കാണാൻ സാധിക്കുക. ഇനി പുട്ട് സൈഡിലെ ഡേറ്റ പരിശോധിച്ചാൽ പുട്ട് സൈഡിൽ ഹയസ്റ്റ് ഓപ്പൺ ഇൻട്രസ്റ്റ് കാണുന്നത് 23,000 ലെവലിലാണ്. അറൗണ്ട് 10 lakhs കോൺട്രാക്റ്റ് ആണ് കാണാൻ സാധിക്കുക. ഇന്നത്തെ ദിവസം ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് റൈറ്റ് ആയതും 23,000 ലെവലിലാണ്. അതായത് ബാങ്ക് നിഫ്റ്റിയുടെ സപ്പോർട്ട് നോക്കുകയാണെങ്കിൽ 23,000 എന്ന് പറയുന്ന ഒരു സപ്പോർട്ടും റെസിസ്റ്റൻസ് നോക്കുകയാണെങ്കിൽ 24,000 എന്ന് പറയുന്ന റെസിസ്റ്റൻസുമാണ് കാണാൻ സാധിക്കുക. 24,000 മുകളിൽ ബാങ്ക് നിഫ്റ്റി ക്ലോസ് ചെയ്യുകയാണെങ്കിൽ 26,000 എന്ന ലെവലിലേക്ക് ബാങ്ക് നിഫ്റ്റി, അതായത് 25,500, 26,000 ഈ ലെവലായിരിക്കും പിന്നീട് വരുന്ന മേജർ റെസിസ്റ്റൻസുകൾ. ആ ലെവലിലേക്ക് ബാങ്ക് നിഫ്റ്റി അഡ്വാൻസ് ചെയ്യുന്നതായിട്ട് കാണാം. ഇനി 23,000 ഹോൾഡ് ചെയ്യാൻ പറ്റാതെ 23,000 താഴെയാണ് ബാങ്ക് നിഫ്റ്റി ക്ലോസ് ആകുന്നതെങ്കിൽ എഗെയിൻ ബാങ്ക് നിഫ്റ്റി 22,000, സബ്സിക്വൻ്റ്ലി 21,000 എന്ന നിലയിലേക്ക് മാറുന്നതായിട്ട് നമ്മൾക്ക് കാണാൻ സാധിക്കും. ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ്, ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് ട്രേഡിംഗ് ആക്ടിവിറ്റി അപ്ഡേറ്റ്സിലേക്ക് കടക്കാം. ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് 14 ഒക്ടോബർ 2020 7,151 കോടി രൂപയുടെ ബൈയിങ്ങും 6,329 കോടി രൂപയുടെ സെല്ലിങ്ങുമാണ് നടത്തിയത്. നെറ്റ് ആക്ടിവിറ്റി നോക്കുകയാണെങ്കിൽ 821 കോടി രൂപയുടെ ബൈയിങ് ആണ് നടത്തിയത്. ഇനി ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് 2,962 കോടി രൂപയുടെ ബൈയിങ്ങും 4,238 കോടി രൂപയുടെ സെല്ലിങ്ങുമാണ് നടത്തിയത്. നെറ്റ് വാല്യൂ നോക്കുകയാണെങ്കിൽ 1,276 കോടി രൂപയുടെ സെല്ലിംഗ്. അതായത് രണ്ട് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിൻ്റെയും കൂടി ആക്ടിവിറ്റി കമ്പൈൻ ചെയ്ത് നോക്കുകയാണെങ്കിൽ മാർക്കറ്റിൽ ഒരു നെറ്റ് സെല്ലിംഗ് ആണ് നടന്നത്. 15 ഒക്ടോബർ 2020 മാർക്കറ്റ് ട്രേഡിങ്ങിന് സഹായകമാകുന്ന ചില ന്യൂസുകളാണ് നമ്മൾ പരിചയപ്പെടുന്നത്. ഒന്നാമത്തെ ന്യൂസ്, ഇൻഫോസിസിൻ്റെ Q2 റിസൾട്ട് വന്നു കഴിഞ്ഞു. Q2 റിസൾട്ടിനെ കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽഡ് അനാലിസിസ് നമ്മൾ ആൾറെഡി ചെയ്ത് കഴിഞ്ഞു. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവൈലബിൾ ആണ്. Q2 റിസൾട്ടിൽ നമ്മൾക്ക് 21% പ്രോഫിറ്റ് ഗ്രോത്തും അതുപോലെ തന്നെ 12 രൂപ ഡിവിഡൻറ്റുമാണ് നമ്മൾക്ക് കാണാൻ സാധിക്കുന്നത്. മറ്റൊരു IT കമ്പനിയായ വിപ്രോയുടെ ബൈബാക്ക് പ്രൈസ് 400 രൂപ റേഞ്ചാണ്. സ്റ്റോക്കിൽ ഫ്രഷ് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നവർ ശ്രദ്ധിക്കേണ്ടതാണ്. സ്റ്റോക്ക് ഇപ്പോൾ ഓവർ വാല്യുവേഷൻ റീജിയനിലാണ്. കൂടാതെ ബൈബാക്കിൽ എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യാവുന്ന ഒരു സ്റ്റോക്ക് കൂടിയാണ്. ഇനി മൂന്നാമത്തെ ന്യൂസ് മൊറട്ടോറിയം റിലേറ്റഡ് ന്യൂസാണ്. അതായത് മൊറട്ടോറിയം വേവിയർ സ്കീമിനെ സംബന്ധിച്ച് ഒരു പ്ലാൻ ഉണ്ടാക്കി സുപ്രീം കോടതിയിൽ സമർപ്പിക്കാൻ സുപ്രീം കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഗവൺമെൻറ്റിന്. ഈ പ്ലാൻ സമർപ്പിക്കേണ്ട ഡേറ്റ് 2 നവംബർ 2020 കൂടാതെ GMM ഫോൾഡറിനെ കുറിച്ച് ഒരു നെഗറ്റീവ് ന്യൂസ് വന്നിട്ടുണ്ട്. അതായത് GMM ഫോൾഡറിൻ്റെ OFS ടൈമിൽ സ്റ്റോക്കിൽ ഒരു ഇൻസൈഡർ ട്രേഡിംഗ് നടന്നു എന്നതിനെക്കുറിച്ചുള്ള ഒരു പ്രോബാണ് പുറത്തു വന്നിരിക്കുന്നത്. അതായത് സ്റ്റോക്ക് മാർക്കറ്റിൽ പുതിയ ആൾക്കാർക്ക് ഇൻസൈഡർ ട്രേഡിംഗ് എന്താണെന്ന് ചിലപ്പോൾ ഡൗട്ട് ഉണ്ടാവാം. സ്റ്റോക്ക് മാർക്കറ്റിൽ സെബി ഒരു ഇൻഫർമേഷൻ പാസ് ചെയ്യുന്നതിന് മുൻപ് തന്നെ, അല്ലെങ്കിൽ ഒരു സ്റ്റോക്ക് റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻ എക്സ്ചേഞ്ച് പാസ് ചെയ്യുന്നതിന് മുൻപ് തന്നെ മറ്റ് ചില ഓപ്പറേറ്റേഴ്സ് അല്ലെങ്കിൽ ഹയർ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിന് ആ ന്യൂസ് കിട്ടുകയും അവർ അതിൽ നിന്നും ഒരു ബെനിഫിറ്റ് ഉണ്ടാക്കുകയും ചെയ്യുന്നതിനെയാണ് ഇൻസൈഡർ ട്രേഡിംഗ് എന്ന് പറയുന്നത്. GMM ഫോൾഡറിൻ്റെ OFS നമ്മൾ കണ്ടതാണ്. 6,500 രൂപ വാല്യുവേഷനുള്ള സ്റ്റോക്കിൽ 3,500 രൂപയായിരുന്നു OFS പ്രൈസായിട്ട് സെറ്റ് ചെയ്തിരിക്കുന്നത്. അതിനു മുൻപ് തന്നെ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് സ്റ്റോക്കിൽ നിന്നും എക്സിറ്റ് ആകുന്ന ഒരു ടെൻഡൻസി ആയിരുന്നു നമ്മൾ കാണാൻ സാധിച്ചത്. അതിനെക്കുറിച്ചൊരു ക്രിട്ടിസൈസ് വീഡിയോ നമ്മൾ ആൾറെഡി ചെയ്ത് കഴിഞ്ഞതുമാണ്. ആ വീഡിയോയുടെ ലിങ്കും നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഇനി മൊറട്ടോറിയം വേവിയർ സ്കീം റിലേറ്റഡ് ആയിട്ടുള്ള ഒരു പോസിറ്റീവ് ന്യൂസ് വരികയാണെങ്കിൽ ഏതൊക്കെ സ്റ്റോക്കുകൾക്കാണ് അതിൻ്റെ ബെനിഫിറ്റ് ഉണ്ടാകുന്നത് എന്നതിനെക്കുറിച്ചും ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവൈലബിൾ ആണ്. ഇനി SBIയെ കുറിച്ച് ഒരു പോസിറ്റീവ് ന്യൂസ് വന്നിട്ടുണ്ട്. അതായത് SBIയുടെ കോർപ്പറേറ്റ് ലോണിൽ 10% വർധനവും കൂടാതെ റിറ്റെയിലർ ലോണിൽ ഏകദേശം 5,000 കോടിയോളം രൂപയുടെ റിറ്റെയിലർ ലോണുമാണ് SBI ഇഷ്യൂ ചെയ്തത്. ഇത് SBIയുടെ ബിസിനസ് എക്സ്പാൻഡ് ചെയ്യുന്നു എന്നതിൻ്റെ തെളിവാണ്. ഇത് സ്റ്റോക്കിന് ഒരു പോസിറ്റീവ് ന്യൂസ് ആണ്. ഇനി 2 വീലർ സെഗ്മെൻറ്റിനെ സംബന്ധിച്ചുള്ള ഒരു പോസിറ്റീവ് ന്യൂസ്, മാക്സിമം ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സും അതുപോലെ തന്നെ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സും
ടു വീലർ കമ്പനികളിൽ അവരുടെ സ്റ്റേക്ക് ഇൻക്രീസ് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. ഉദാഹരണത്തിന് TVS മോട്ടോഴ്സിൽ LIC അവരുടെ സ്റ്റേക്ക് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. ഇനി മറ്റൊരു ന്യൂസ് ടാറ്റ പവർ സ്റ്റോക്കിനെ കുറിച്ചാണ്. ടാറ്റ പവറിന് ആൾറെഡി നമ്മൾ ഡിസ്ക്രൈബ് ചെയ്തതാണ്. 100 മെഗാവാട്ടിൻ്റെ ഒരു സോളാർ പ്രോജക്റ്റ് കിട്ടിയിട്ടുണ്ട്. അത് സ്റ്റോക്കിൽ ഒരു മൊമെൻറ്റം ഉണ്ടാക്കും എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.